ഹലോ, വെൽക്കം ടു എൻട്രി SSCA. എൻ്റെ പേര് എമിൽ ജോസഫ്. നമ്മളിന്ന് ചെയ്യുന്നത് മാനേജ്മെൻറ്റ് ഇൻവെൻട്രി കോസ്റ്റിങ്ങിലെ ക്വസ്റ്റ്യൻ പ്രാക്ടീസ് ആണ്. അതിൻ്റെ തിയറി നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തായിരുന്നു. ആ വീഡിയോ നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ ലിങ്ക് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്, പോയി കാണുക. അപ്പോൾ മാനേജ്മെൻറ്റ് ഇൻവെൻട്രി കോസ്റ്റിങ്ങിലെ ആദ്യത്തേതായിരുന്നു റീഓർഡർ ലെവൽ. റീഓർഡർ ലെവൽ കണ്ടുപിടിക്കാനായിട്ടുള്ള ഫോർമുല റീഓർഡർ ലെവൽ ഇസ് ഈക്വൽ ടു മാക്സിമം യൂസേജ് ഇൻറ്റു മാക്സിമം ലീഡ് ടൈം എന്നതാണ്. അതിൻ്റെ ക്വസ്റ്റ്യൻ നമുക്ക് വായിക്കാം. The following data relate to material P which is held in stores for LBR company. നമ്മുടെ കമ്പനിയുടെ പേര് LBR കമ്പനി, നമ്മുടെ മെറ്റീരിയൽ ആണ് മെറ്റീരിയൽ P. അപ്പം അതിനകത്ത് മിനിമം ഡെയിലി യൂസേജ് 450 യൂണിറ്റ്സ്, മാക്സിമം ഡെയിലി യൂസേജ് 800 യൂണിറ്റ്സും, മിനിമം ലീഡ് ടൈം 5 ഡേയ്സും മാക്സിമം ലീഡ് ടൈം 10 ഡേയ്സും ആണ്. ഡെയിലി ഡിമാൻഡ് ഫോർ മെറ്റീരിയൽ P ഈസ് കോൺസ്റ്റന്റ്. മെറ്റീരിയൽ Pയുടെ ഡിമാൻഡ് എപ്പോഴും കോൺസ്റ്റന്റും ആണ്. കാൽക്കുലേറ്റ് ദ റീഓർഡർ ലെവൽ ഓഫ് മെറ്റീരിയൽ P. നമ്മളോട് ഈ ക്വസ്റ്റ്യനിൽ അപ്പോൾ കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത് മെറ്റീരിയൽ Pയുടെ റീഓർഡർ ലെവൽ എത്രയാണെന്നാണ്. സോ ആസ് ഐ സെഡ്, റീഓർഡർ ലെവലിൻ്റെ ഫോർമുല എന്താണ്? മാക്സിമം യൂസേജ് ഇൻറ്റു മാക്സിമം ലീഡ് ടൈം. നമുക്ക് ക്വസ്റ്റ്യനിൽ മിനിമം ഡെയിലി യൂസേജും തന്നിട്ടുണ്ട്, മാക്സിമം ഡെയിലി യൂസേജും തന്നിട്ടുണ്ട്. നമുക്ക് വേണ്ടത് മാക്സിമം മാത്രമാണ്, മിനിമത്തിൻ്റെ ആവശ്യമില്ല. അതുപോലെ തന്നെ ലീഡ് ടൈമും നമുക്ക് വേണ്ടത് മാക്സിമം മാത്രം. സോ ഈ ക്വസ്റ്റ്യൻ ഡയറക്റ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. മാക്സിമം ഡെയിലി യൂസേജും മാക്സിമം ലീഡ് ടൈമും തന്നിട്ടുണ്ട്. സോ റീഓർഡർ ലെവൽ ഈസ് ഈക്വൽ ടു 800 യൂണിറ്റ്സ് ഇൻറ്റു 10 ഡേയ്സ്, ദാറ്റ് ഈസ് ഈക്വൽ ടു 8000 യൂണിറ്റ്സ്. ഇതാണ് നമ്മുടെ റീഓർഡർ ലെവൽ. ഒരു 8000 യൂണിറ്റ്സിലോട്ട് ഈ മെറ്റീരിയൽ Pയുടെ ലെവൽ എത്തുമ്പോൾ നമ്മൾ റീഓർഡർ ചെയ്യും. അതാണ് നമ്മൾ ഈ ക്വസ്റ്റ്യനിൽ ചെയ്തത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇൻവെൻട്രി കോസ്റ്റ് കൺട്രോളിലെ ലെവൽസ് എല്ലാം ചെയ്യുന്നതാണ്. ഇതിനകത്ത് നമ്മുടെ റിക്വയർമെൻ്റ് ആണ് റീഓർഡർ ലെവൽ കണ്ടുപിടിക്കണം, മിനിമം ലെവൽ കണ്ടുപിടിക്കണം, മാക്സിമം ലെവലും കണ്ടുപിടിക്കണം, ആവറേജ് ലെവലും കണ്ടുപിടിക്കണം. ക്വസ്റ്റ്യൻ വായിക്കാം. ദ ഫോളോയിങ് ഇൻഫർമേഷൻ ഈസ് അവൈലബിൾ ഫോർ എ ഡെക്കറേറ്റീവ് കമ്പനി യൂസ്ഡ് ഇൻ ദ ക്യാബിനറ്റ് ഡിസൈൻ അറ്റ് ഫർണിച്ചർ കമ്പനി. അവരുടെ ആവറേജ് യൂസേജ് നമുക്ക് തന്നിട്ടുണ്ട്, മിനിമം യൂസേജും നമുക്ക് തന്നിട്ടുണ്ട്, മാക്സിമം യൂസേജും ലീഡ് ടൈം 5 to 15 ഡേയ്സ്. 5 to 15 ഡേയ്സ് ലീഡ് ടൈം എന്ന് പറയുമ്പോൾ ഇതിനകത്ത് ഈ 5 എന്നതാ മിനിമം ലീഡ് ടൈമും 15 മാക്സിമം ലീഡ് ടൈമും ആണ്. അപ്പോൾ 5 to 15 എന്ന ഒരു പീരീഡാണ് അവർ തരുന്നതിൽ. അതിനകത്ത് ഇനിഷ്യലി ഇത് മിനിമം ലീഡ് ടൈമും മറ്റേ ഫൈനൽ ഇത് മാക്സിമം ലീഡ് ടൈമായിട്ട് നമ്മൾ കൺസിഡർ ചെയ്യണം. പിന്നെ റീഓർഡർ ക്വാണ്ടിറ്റി നമുക്ക് തന്നിട്ടുണ്ട് 20,000 യൂണിറ്റ്സ്. ഈ ക്വസ്റ്റ്യൻ ചെയ്യാനായിട്ട് നമുക്ക് എക്സലിൽ ചെയ്ത് നോക്കാം, കുറച്ചും കൂടി ഈസിയർ ആയിട്ട്. നമുക്കപ്പോൾ ഈ ക്വസ്റ്റ്യൻ ചെയ്യാം. ഇതിനകത്ത് നമ്മളോട് കണ്ടുപിടിക്കാൻ ആദ്യം പറയുന്നത് റീഓർഡർ ലെവലാണ്. റീഓർഡർ ലെവലിൻ്റെ ഫോർമുല എന്തായിരുന്നു? റീഓർഡർ ലെവൽ ഇസ് ഈക്വൽ ടു മാക്സിമം യൂസേജ് ഇൻറ്റു മാക്സിമം ലീഡ് ടൈം. ഇതിനകത്ത് മാക്സിമം യൂസേജ് എത്രയാണ്? 1300 പെർ ഡേ. അപ്പോൾ റീഓർഡർ ലെവൽ ഇസ് ഈക്വൽ ടു 1500 മാക്സിമം യൂസേജ് പെർ ഡേ ഇൻറ്റു മാക്സിമം ലീഡ് ടൈം. ലീഡ് ടൈമിൻ്റെ തന്നതിൽ മാക്സിമം 15 ഡേയ്സ് ഇൻറ്റു 15 ഡേയ്സ്. അപ്പോൾ റീഓർഡർ ലെവൽ എത്രയാ? ഇസ് ഈക്വൽ ടു 1500 ഇൻറ്റു 15, 22,500 യൂണിറ്റ്സ് ആയിരിക്കും റീഓർഡർ ലെവൽ. ഇനി അടുത്ത നമ്മളോട് ചോദിച്ചേക്കുന്നത് മിനിമം ലെവലും മാക്സിമം ലെവലുമാണ്. നമുക്ക് ആദ്യം മാക്സിമം ലെവൽ കണ്ടുപിടിക്കാം. മാക്സിമം ലെവലിൻ്റെ ഫോർമുല ഓർക്കുന്നുണ്ടോ? മാക്സിമം ലെവൽ ഇസ് ഈക്വൽ ടു റീഓർഡർ ലെവൽ പ്ലസ് റീഓർഡർ ക്വാണ്ടിറ്റി മൈനസ് മിനിമം യൂസേജ് ഇൻറ്റു മിനിമം ലീഡ് ടൈം. ഇതാണ് മാക്സിമം ലെവലിൻ്റെ ഫോർമുല. ഇതിനകത്തോട്ട് നമുക്ക് റീഓർഡർ ലെവൽ നമ്മളിപ്പോൾ കണ്ടുപിടിച്ചു 22,500. റീഓർഡർ ക്വാണ്ടിറ്റി ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് 20,000. അതുപോലെ തന്നെ മിനിമം യൂസേജ് എത്രയാണ്? 800 പെർ ഡേ, അതും ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. മിനിമം ലീഡ് ടൈമിലെ ചെറിയ വാല്യൂ ആണ് മിനിമം ലീഡ് ടൈം. ക്വസ്റ്റ്യനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ നമുക്ക് ആൻസർ കിട്ടും. മാക്സിമം ലെവൽ ഇസ് ഈക്വൽ ടു റീഓർഡർ ലെവൽ 22,500 നമ്മളിപ്പോൾ കണ്ടുപിടിച്ചത്, 22,500 പ്ലസ് റീഓർഡർ ക്വാണ്ടിറ്റി ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് 20,000 മൈനസ് ബ്രാക്കറ്റിൽ മിനിമം യൂസേജ് 800 പെർ ഡേ ഇൻറ്റു
മിനിമം ലീഡ് ടൈം. ലീഡ് ടൈം നമുക്ക് പീരീഡ് ആയിട്ടാണ് തന്നെ, അതിനകത്ത് മിനിമം എടുക്കുന്നത് 5. അപ്പോൾ മാക്സിമം ലെവലിൻ്റെ ആൻസർ നമുക്ക് കിട്ടും 38,500. ഇതേപോലെ തന്നെ നമുക്ക് മിനിമം ലെവലിൻ്റെ കണ്ടുപിടിക്കാം. മിനിമം ലെവലിൻ്റെ ഫോർമുല, ഈ ഫോർമുല എല്ലാം ഇമ്പോർട്ടൻ്റ് ആണ്. മിനിമം ലെവലിൻ്റെ ഫോർമുല വരുന്നത് റീഓർഡർ ലെവൽ നമ്മൾ കണ്ടുപിടിച്ചു മൈനസ് ആവറേജ് യൂസേജ് ഇൻറ്റു ആവറേജ് ലീഡ് ടൈം. ഇനി ഇവിടെ ശ്രദ്ധിക്കുക, ഈ ക്വസ്റ്റ്യനിൽ നമുക്ക് മിനിമം യൂസേജും തന്നിട്ടുണ്ട്, മാക്സിമം യൂസേജും തന്നിട്ടുണ്ട്, പക്ഷെ ആവറേജ് യൂസേജ് നമുക്ക് തന്നിട്ടില്ല. അപ്പോൾ ആവറേജ് യൂസേജ് എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്? ഈ തന്നേക്കുന്ന മിനിമം യൂസേജും ഈ തന്നേക്കുന്ന മാക്സിമം യൂസേജും വെച്ച് നമ്മൾ ആവറേജ് കണ്ടുപിടിക്കണം. അപ്പോൾ ദാറ്റ് മീൻസ് ആവറേജ് യൂസേജ് is equal to 1300 plus 800 divided by 2. ഇതാണ് നമുക്ക് കിട്ടുന്ന ആവറേജ് യൂസേജ് എന്ന് പറയുന്നത്. നമ്മുടെ മാക്സിമം യൂസേജും മിനിമം യൂസേജും ആഡ് ചെയ്യുക എന്ന് വെച്ചാൽ 1300 plus 800 that will give you 2100 divided by 2. 2100 divided by 2 എന്നതായിരിക്കും നമ്മുടെ ആവറേജ് യൂസേജ് വരുന്നത്. ദാറ്റ് ഈസ് ഈക്വൽ ടു 1050. 1050 ആണ് നമ്മുടെ ആവറേജ് യൂസേജ് വരുന്നത്. അതേപോലെ തന്നെ നമുക്ക് ഈ ക്വസ്റ്റ്യനിൽ വേണ്ടത് ആവറേജ് ലീഡ് ടൈം. ലീഡ് ടൈമും നമുക്ക് തന്നിട്ടുണ്ട് 5ഉം 15ഉം. അവിടുന്ന് ആവറേജ് ലീഡ് ടൈം എങ്ങനെ കണ്ടുപിടിക്കും? +5 + 15 divided by 2. ആവറേജ് കണ്ടുപിടിക്കാൻ അറിയാലോ. 20/2 എന്ന് പറയുന്നത് 10 ആയിരിക്കും ആവറേജ് ലീഡ് ടൈം. 10 days. 10 days ആയിരിക്കും നമ്മുടെ ആവറേജ് ലീഡ് ടൈം വരുന്നത്. സോ അത് നമുക്ക് ക്വസ്റ്റ്യനിലോട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. മിനിമം ലെവൽ is equal to റീഓർഡർ ലെവൽ നമ്മൾ കണ്ടുപിടിച്ചു. റീഓർഡർ ലെവൽ നമ്മൾ നേരത്തെ കണ്ടുപിടിച്ചായിരുന്നു 22,500 മൈനസ് ആവറേജ് യൂസേജ് എത്രയാ 1050 ഇൻറ്റു ആവറേജ് ലീഡ് ടൈം 10. ഇതായിരിക്കും മിനിമം ലെവൽ. മിനിമം ലെവൽ is equal to 22,500 മൈനസ് 1050 ഇൻറ്റു 10. ഇതായിരിക്കും നമ്മുടെ മിനിമം വേണ്ട ഒരു ലെവൽ. മാക്സിമം ലെവലും കിട്ടി, മിനിമം ലെവലും കിട്ടി. ഇനി ക്വസ്റ്റ്യനിൽ നമ്മളോട് കണ്ടുപിടിക്കേണ്ടത് ആവറേജ് ലെവലാണ്. ആവറേജ് ലെവലിൻ്റെ ഫോർമുല എന്തായിരുന്നു? ആവറേജ് ലെവൽ ഈസ് ഈക്വൽ ടു മിനിമം ലെവൽ പ്ലസ് റീഓർഡർ ക്വാണ്ടിറ്റി ഡിവൈഡഡ് ബൈ 2. മിനിമം ലെവൽ പ്ലസ് റീഓർഡർ ക്വാണ്ടിറ്റി ഡിവൈഡഡ് ബൈ 2. നമുക്ക് മിനിമം ലെവൽ നമ്മളിപ്പോൾ കണ്ടുപിടിച്ചിട്ടുണ്ട്. സോ ആവറേജ് ലെവൽ ഈസ് ഈക്വൽ ടു 12,000 പ്ലസ് റീഓർഡർ ക്വാണ്ടിറ്റി എത്രയാണ് നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിരുന്നത്? റീഓർഡർ ക്വാണ്ടിറ്റി ക്വസ്റ്റ്യൻ തന്നേക്കുന്നത് 20,000. അപ്പോൾ 20,000 ഡിവൈഡഡ് ബൈ 2. സോ ദാറ്റ് മീൻസ് ആൻസർ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് ആൻസർ കണ്ടുപിടിച്ചാൽ എത്ര വരും? ആവറേജ് ലെവൽ ഈസ് ഈക്വൽ ടു 22,000. സോ ക്വസ്റ്റ്യനിൽ നമ്മളോട് പറഞ്ഞ റീഓർഡർ ലെവൽ കണ്ടുപിടിക്കാൻ പറഞ്ഞു. വി ഫൗണ്ട് റീഓർഡർ ലെവൽ. മാക്സിമം ലെവൽ കണ്ടുപിടിക്കാൻ പറഞ്ഞു. 38,500 നമുക്കത് കിട്ടി. മിനിമം ലെവലും കിട്ടി, ആവറേജ് ലെവലും കിട്ടി. ഈ ഇക്വേഷൻസ് എല്ലാം ഇമ്പോർട്ടൻ്റ് ആണ്. റീഓർഡർ ലെവലിൻ്റെ ഇക്വേഷൻ മാക്സിമം യൂസേജ് ഇൻറ്റു മാക്സിമം ലീഡ് ടൈം. മാക്സിമം ലെവലിൻ്റെ ഇക്വേഷൻ റീഓർഡർ ലെവൽ പ്ലസ് റീഓർഡർ ക്വാണ്ടിറ്റി മൈനസ് മിനിമം യൂസേജ് ഇൻറ്റു മിനിമം ലീഡ് ടൈം. മിനിമം ലെവലിൻ്റെത് റീഓർഡർ ലെവൽ മൈനസ് ആവറേജ് യൂസേജ് ആൻഡ് ആവറേജ് ലീഡ് ടൈം. ഈ ആവറേജ് യൂസേജും ആവറേജ് ലീഡ് ടൈമും കണ്ടുപിടിക്കാൻ ബേസിക് മാത്തമാറ്റിക്സ് ആണ്, എല്ലാവർക്കും അറിയാവുന്നതാണ്.
അത് ക്വസ്റ്റ്യനിൽ ഡയറക്റ്റ് ആയിട്ട് മിക്കപ്പോഴും തന്നിട്ടുണ്ടാവില്ല, പ്രത്യേകം ശ്രദ്ധിക്കുക. പിന്നെ ആവറേജ് ലെവൽ, മിനിമം ലെവൽ പ്ലസ് റീഓർഡർ ക്വാണ്ടിറ്റി ബൈ 2. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ റിക്വയർമെന്റ് ആണ് ക്വസ്റ്റ്യനിൽ. കാൽക്കുലേറ്റ് ദ ഇൻവെന്ററി കൺട്രോൾ ലെവൽസ്. റീഓർഡർ ലെവൽ, മിനിമം ലെവൽ, സെയിം ക്വസ്റ്റ്യൻ തന്നെയാണ്, സെയിം ഇതുമാണ്. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ നമുക്ക് ആൻസർ കിട്ടും. ഒന്നും കൂടി തറവാക്കാൻ വേണ്ടിയാണ് നമ്മൾ ഇത് ക്വസ്റ്റ്യൻ ഒന്നും കൂടി ചെയ്യുന്നത്. നമുക്കിവിടെ ആവറേജ് യൂസേജ് ഡയറക്റ്റ് തന്നിട്ടുണ്ട്. കഴിഞ്ഞ ക്വസ്റ്റ്യനിൽ നമുക്ക് ആവറേജ് യൂസേജ് ഡയറക്റ്റ് തന്നിട്ടില്ലായിരുന്നു. മിനിമം യൂസേജ് ഉണ്ട്, മാക്സിമം യൂസേജും ഉണ്ട്, ലീഡ് ടൈമും ഉണ്ട്, റീഓർഡർ ക്വാണ്ടിറ്റിയും ഉണ്ട്. ഇതിൽ നിന്ന് ഈ ക്വസ്റ്റ്യനിലോട്ട് റീഓർഡർ ലെവലും മിനിമം ലെവലും മാക്സിമം ലെവലും ആവറേജ് ഇൻവെന്ററിയും നമുക്ക് ഡയറക്റ്റ് ആയിട്ട് കണ്ടുപിടിക്കാന്നല്ലേ ഉള്ളൂ. ചെയ്തു നോക്കാം. ഇതാണ് ക്വസ്റ്റ്യൻ. സോ ഫസ്റ്റ് ഓഫ് ഓൾ റീഓർഡർ ലെവൽ. റീഓർഡർ ലെവൽ ഇസ് ഈക്വൽ ടു, ഇക്വേഷൻസ് വീണ്ടും ഞാൻ എഴുതുന്നു, മാക്സിമം യൂസേജ് ഇൻറ്റു മാക്സിമം ലീഡ് ടൈം. ഇനി ആൻസർ ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുവാണ്. ഒന്നുകൂടി എഴുതി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കാണിക്കുന്നില്ല. റീഓർഡർ ലെവൽ ഇസ് ഈക്വൽ ടു മാക്സിമം യൂസേജ്. ക്വസ്റ്റ്യനിലെ മാക്സിമം യൂസേജ് എത്രയാ? 280 പെർ ഡേ. മാക്സിമം ലീഡ് ടൈം ഹയർ വാല്യൂ 10, 280 ഇൻറ്റു 10 ഈക്വൽ ടു 280 ഇൻറ്റു 10, 2800. അടുത്തത് മിനിമം ഇൻവെന്ററി ലെവൽ. മിനിമം ഇൻവെന്ററി ലെവൽ എങ്ങനെ കണ്ടുപിടിക്കുന്നത്? ഇസ് ഈക്വൽ ടു റീഓർഡർ ലെവൽ മൈനസ് ആവറേജ് യൂസേജ് ഇൻറ്റു ആവറേജ് ലീഡ് ടൈം. മിനിമം ഇൻവെന്ററി ലെവലിൻ്റെ ആൻസർ അപ്പം എങ്ങനെയാ? ഈക്വൽ ടു റീഓർഡർ ലെവൽ എത്രയാ? 2800 മൈനസ് ആവറേജ് യൂസേജ്. ആവറേജ് യൂസേജ് ക്വസ്റ്റ്യനിൽ ഇത്തവണ ഡയറക്റ്റ്ലി തന്നിട്ടുണ്ട് 200. ആവറേജ് ലീഡ് ടൈം. ആവറേജ് ലീഡ് ടൈം എങ്ങനെ കണ്ടുപിടിക്കേണ്ടത്? നമുക്ക് തന്നിട്ടുള്ള ലീഡ് ടൈമിന്റെ ആവറേജ് 8 + 10 ഡിവൈഡഡ് ബൈ 2, 18 ഡിവൈഡഡ് ബൈ 2, 9. അപ്പം മിനിമം ഇൻവെന്ററി ലെവൽ നമുക്ക് കിട്ടി 1000. ഇക്വേഷൻ അറിയാമെങ്കിൽ ഡയറക്റ്റ് ആയിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. ഇക്വേഷൻസ് അറിയുന്നതാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. അടുത്തത് മാക്സിമം ഇൻവെന്ററി ലെവൽ. മാക്സിമം ഇൻവെന്ററി ലെവലിൻ്റെ ഇക്വേഷൻ എന്നതാ? മാക്സിമം ഇൻവെന്ററി ലെവൽ ഇസ് ഈക്വൽ ടു റീഓർഡർ ലെവൽ പ്ലസ് റീഓർഡർ ക്വാണ്ടിറ്റി മൈനസ് മിനിമം യൂസേജ് ഇൻറ്റു മിനിമം ലീഡ് ടൈം. ഇക്വേഷൻ അറിയാമെങ്കിൽ ഡയറക്റ്റ് ആയിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാവുന്നതേ ഉള്ളൂ. ക്വസ്റ്റ്യനും ഡയറക്റ്റ് ആയിരിക്കും. ഇക്വേഷൻസ് ഓർത്തിരിക്കുക. ഇക്വേഷൻസ് എപ്പോഴും ഇമ്പോർട്ടൻ്റ് ആണ്. മാക്സിമം ഇൻവെന്ററി ലെവൽ ഇസ് ഈക്വൽ ടു റീഓർഡർ ലെവൽ നമ്മൾ കണ്ടുപിടിച്ചു. റീഓർഡർ ലെവൽ 2800 പ്ലസ് റീഓർഡർ ക്വാണ്ടിറ്റി എത്രയാ? 3000 മൈനസ് മിനിമം യൂസേജ് എത്രയാണ് ക്വസ്റ്റ്യൻ തന്നേക്കുന്നത്? 150 പെർ ഡേ ഇൻറ്റു മിനിമം ലീഡ് ടൈമിലെ സ്മോളർ വാല്യൂ 8. ആൻസർ കിട്ടി. ഇക്വേഷൻസ് ഓർത്ത് വെച്ചാൽ ഈസി ആയിട്ട് ചെയ്യാവുന്ന സാധനം. അടുത്തത് ആവറേജ് ഇൻവെന്ററി ലെവലിൻ്റെ ഇക്വേഷൻ മിനിമം ലെവൽ പ്ലസ് റീഓർഡർ quantity divided by 2. Average inventory
ലെവൽ ഇസ് ഈക്വൽ ടു മിനിമം ലെവൽ എത്ര കിട്ടിയേ 4600 പ്ലസ് റീഓർഡർ ക്വാണ്ടിറ്റി ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് 3000/2 കിട്ടിയില്ലേ? ആൻസർ എത്രയാ? 6100. ക്വസ്റ്റ്യനിൽ പറഞ്ഞേക്കുന്ന റീഓർഡർ ലെവൽ നമ്മൾ കണ്ടുപിടിച്ചു, മിനിമം ഇൻവെന്ററി ലെവൽ നമ്മൾ കണ്ടുപിടിച്ചു, മാക്സിമം ഇൻവെന്ററി ലെവൽ കണ്ടുപിടിച്ചു, ആവറേജ് ഇൻവെന്ററി ലെവലും കണ്ടുപിടിച്ചു. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ഇൻവെന്ററി കൺട്രോളിനകത്തെ ക്വസ്റ്റ്യൻസ് ചെയ്യുന്നത്. നമ്മൾ ലാസ്റ്റ് ക്ലാസ് ഇൻവെന്ററി കൺട്രോളിന്റെ തിയറി എടുത്തായിരുന്നു. അത് കണ്ടിട്ട് മാത്രം ഇതിന്റെ ക്വസ്റ്റ്യൻസിന്റെ വീഡിയോയും കാണുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമന്റ് സെക്ഷനിൽ കമന്റ് ചെയ്യുക. മെന്റേഴ്സ് നിങ്ങളെ അസിസ്റ്റ് ചെയ്യുന്നതായിരിക്കും. താങ്ക്